ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനത്തിലേക്ക് BJP ഇറങ്ങിയിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ ആ ഒരു പ്രവർത്തനം ആരംഭിക്കണമെന്ന് കേന്ദ്രം സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ചില നേതാക്കളെല്ലാം വിവിധ സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പോയിരിക്കുകയാണ്. അവർ വന്നാൽ ഉടൻ തന്നെ അവരും ഈ പ്രക്രിയയിൽ ജോയിൻ ചെയ്യും. ഇപ്പോൾ നിലവിൽ വോട്ട് ചേർക്കലും ഉൾപ്പെടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ അതേ ആ ഒരു ഓളത്തിൽ തന്നെ മുൻപോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് BJP. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനവും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് സംസ്ഥാന നേതാക്കളെ ഓരോ കോർപ്പറേഷനും മുനിസിപ്പാലിറ്റികളും ഓരോ സംസ്ഥാന നേതാക്കൾക്കും നൽകിക്കൊണ്ട് അവിടെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുക, സ്ഥാനാർത്ഥികളെ വളരെ നേരത്തെ തന്നെ കണ്ടെത്താനുള്ള ഒരു നീക്കവും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഈ അപകടം മനസ്സിലാക്കിക്കൊണ്ടാകണം CPM ഇപ്പോൾ കളത്തിലിറങ്ങുന്നു. അവർ ആദ്യം തന്നെ വാർഡ് പുനർവിഭജനത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ CPM നിലവിൽ ഒരുപക്ഷെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് CPM BJP പോരായി മാറാനുള്ള സാധ്യതയുമുണ്ട്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിനും വളരെ മുമ്പേ തന്നെ BJPയും CPM പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. അതിന് സമാനമായ രീതിയിൽ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും അവർ നീങ്ങിയിരിക്കുന്നു. വോട്ടേഴ്സ് പട്ടികയിൽ പുതിയതായി പേര് ചേർക്കുക, ഒപ്പം തന്നെ മരിച്ചുപോയവരും മറ്റുമൊക്കെ ഉള്ളവരുടെ പേര് നീക്കം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പാർട്ടി പ്രവർത്തകർ സജീവമായി ഇറങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് വിവരം. ഇരു പാർട്ടികളും ഒരുപക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കുന്ന വീരുട്ട ഒരു ത്രികോണ പോരാട്ടത്തിനായിരിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.